ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു വീട്ടിൽ ഒരു അമ്മ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ അമ്മൂമ്മയ്ക്ക് ഒരു കുഞ്ഞി പെട്ടിയുണ്ട്. ആ പെട്ടിക്കുള്ളിലാണ് അമ്മൂമ്മ സൂചിയും നൂലും കത്രികയും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അമ്മൂമ്മയ്ക്ക് പ്രായമായി കണ്ണ് കാണാതായതോടെ നേരത്തെ അമ്മൂമ്മ കീറിലൊക്കെ തയ്ക്കുമായിരുന്നു, കുഞ്ഞുടുപ്പുകൾ തയ്ക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അമ്മൂമ്മയ്ക്ക് തയ്ക്കാൻ വയ്യ, കൈക്ക് വിറയലും ഉണ്ട്. അപ്പോൾ സൂചി ഈ പെട്ടിക്കകത്തിരുന്ന് അങ്ങ് വിഷമിച്ചു. ദേഹമൊക്കെ തുരുമ്പിച്ചു തുടങ്ങി. ഇങ്ങനെ പോയാൽ വെറുതെ ഇരുന്ന് താനങ്ങ് പൊടിഞ്ഞു പോകും എന്ന് സൂചിക്ക് പേടി വന്നു. രക്ഷപ്പെടാൻ ഒരു തക്കം നോക്കി സൂചി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അമ്മൂമ്മയുടെ കൈ തട്ടി ഈ പെട്ടി താഴെ വീണു. സൂചി കിട്ടിയ തക്കത്തിന് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അങ്ങനെ മുറ്റത്തെത്തിയപ്പോൾ അവിടെ ഒരു പട്ടി നിൽക്കുന്നു. പട്ടി സൂചിയോട് ചോദിച്ചു, എങ്ങോട്ടാ യാത്ര? സൂചി പറഞ്ഞു, ഞാൻ ലോകസഞ്ചാരത്തിന് ഇറങ്ങിയതാ. പട്ടി ചോദിച്ചു, ഞാനും കൂടെ പോരട്ടെ, എനിക്ക് ആകെ മടുത്തു. അമ്മൂമ്മ നേരത്തെ എനിക്ക് ഇറച്ചിയും മീനും ഒക്കെ തരുമായിരുന്നു. ഇപ്പോൾ അമ്മൂമ്മയ്ക്ക് വയ്യാതായതോടെ എന്നെ ആരും നോക്കാനില്ല. സൂചി പറഞ്ഞു, എന്നാൽ നീ പോന്നു, നമുക്ക് ലോകമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ സൂചിയുടെ കൂടെ പട്ടിയും കൂടി യാത്രയായി. മുറ്റം കടന്നതേ ഉള്ളൂ, ദാ തോട്ടത്തിലിരിക്കുന്ന ഒരു ഞണ്ട്. ഞണ്ട് ചോദിച്ചു, എങ്ങോട്ടാ യാത്ര? സൂചി പറഞ്ഞു, ഞങ്ങൾ ലോകം കാണാൻ ഇറങ്ങിയതാ. ഞണ്ട് ചോദിച്ചു, ഞാനും കൂടെ വരട്ടെ, എനിക്ക് ഈ തോട്ടം അങ്ങ് മടുത്തു. സൂചി പറഞ്ഞു, അതിനെന്താ, നീയും കൂടെ പോന്നു. അങ്ങനെ 3 പേരും കൂടായി യാത്ര. മുന്നേ സൂചി, പിന്നാലെ പട്ടി, അതിനും പിന്നാലെ ഞണ്ട്. അപ്പോൾ വേലിക്ക് എന്ന കോഴി വിളിച്ചു ചോദിച്ചു, എങ്ങോട്ടാ യാത്ര? സൂചി പറഞ്ഞു, ഞങ്ങൾ ലോകസഞ്ചാരത്തിന് ഇറങ്ങിയതാ. അപ്പോൾ കോഴി ചോദിച്ചു, ഞാനും കൂടെ പോന്നോട്ടെ, അമ്മൂമ്മയ്ക്ക് വയ്യാതായതോടെ എൻ്റെ കാര്യം കഷ്ടത്തിലായി. നേരത്തെ അമ്മൂമ്മ എനിക്ക് നെല്ലും ഗോതമ്പും ഒക്കെ തരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ആരും ഒന്നും തരുന്നില്ല. മാത്രമല്ല അയൽക്കാരൊക്കെ എന്നെ കണ്ണു വെച്ചിട്ടുണ്ട്, എപ്പോഴും അവരെന്നെ പിടിച്ച് തിന്നുന്നെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ സൂചി പറഞ്ഞു, എന്നാൽ നീയും കൂടെ പോന്നു. അങ്ങനെ 4 പേരും കൂടെ യാത്രയായി. ഏറ്റവും മുന്നേ പോകുന്നത് സൂചി, തൊട്ട് പിന്നാലെ പട്ടി, അതിന് പിന്നാലെ ഞണ്ട്, ഏറ്റവും പിന്നാലെ കോഴി. അങ്ങനെ അവർ കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ ദാ നിൽക്കുന്നു പൂച്ച. പൂച്ച ചോദിച്ചു, എങ്ങോട്ടാ എല്ലാവരും കൂടെ? സൂചി പറഞ്ഞു, ഞങ്ങൾ ലോകസഞ്ചാരത്തിന് ഇറങ്ങിയതാ. അപ്പോൾ പൂച്ച പറഞ്ഞു, ഞാനും കൂടെ പോരട്ടെ, അമ്മൂമ്മയ്ക്ക് വയ്യാതായതോടെ എൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. നേരത്തെ അമ്മൂമ്മ എനിക്ക് ഇച്ചിരി പാലും ചോറും ഒക്കെ തരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ആരും ഒന്നും തരുന്നില്ല. മാത്രമല്ല എനിക്ക് പ്രായമായത് കാരണം എനിക്ക് എലിയുടെ ഒന്നും പിന്നാലെ ഓടാനും വയ്യ. അപ്പോൾ സൂചി പറഞ്ഞു, ശരി, എന്നാൽ നീയും കൂടെ പോന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ മുന്നോട്ട് യാത്രയായി. ഏറ്റവും മുന്നേ സൂചി പോയി, തൊട്ട് പിന്നാലെ പട്ടി, അതിന് പിന്നാലെ ഞണ്ട്, അതിന് പിന്നാലെ കോഴി, ഏറ്റവും പിന്നാലെ പൂച്ച. അവരങ്ങനെ നടന്ന് കാട്ടിലെത്തി. വലിയ കാടായിരുന്നു. ഇവരാരും നേരത്തെ കാട് കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഒരു കാട് കാണുന്നത്. നേരത്തെ കാടിനെ പറ്റി കേട്ടിട്ടുണ്ട്, കാട്ടിൽ വന്യമൃഗങ്ങളുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ കാട് ഒരു സത്യമാണെന്ന് കാട് കണ്ടപ്പോഴല്ലേ മനസ്സിലാകുന്നത്. അവരെ കാട്ടിലൂടെ മുന്നോട്ട് തന്നെ നടന്നു. മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ടില്ല എന്ന തീരുമാനത്തോടെ. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോഴേക്ക് രാത്രിയായി. ഒന്നും കാണാൻ വയ്യ. കുറേ മിന്നാമിന്നികളും നക്ഷത്രങ്ങളും ഒരു അമ്പിളി മാമനും ഉണ്ട് ആകപ്പാടെ. അതും മുകളിലെ മരങ്ങൾ കാരണം വല്ലപ്പോഴുമൊക്കെ ആകാശം കാണാൻ പറ്റുന്നുള്ളൂ. എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണം. എവിടെ കിടന്നുറങ്ങും? അതായി കൂട്ടുകാരുടെ ചിന്ത. അവരങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ടൊരു ചെറിയ വെളിച്ചം കണ്ടു. തപ്പിത്തടഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അതൊരു ചെറിയ വീടാണ്, ഒരു ചെറിയ കുടിൽ. കൂട്ടുകാരെല്ലാവരും കൂടി കുടിലിനകത്ത് കയറി. കൊള്ളാം, അതിനുള്ളിലൊരു ചെറിയ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയതെങ്കിലും ഭംഗിയുള്ളൊരു വീട്. ഇന്ന് ഇവിടെ തന്നെ തങ്ങാം എന്നവർ തീരുമാനിച്ചു. സൂചി നോക്കുമ്പോൾ ഒരു കതകിൽ ഒരു തോർത്ത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. സൂചി പോയി അതിന്മേലെ കുത്തിക്കയറി. എന്നിട്ട് ചാരി അവിടെ കിടന്നുറക്കമായി. നല്ല സുഖമുണ്ടായിരുന്നു അവിടെ കിടന്നുറങ്ങാൻ. പൂച്ച ഉറങ്ങാൻ വേണ്ടി ഒരു സ്ഥലം നോക്കുമ്പോൾ അടുപ്പ് കണ്ടു. അവന് അടുപ്പിൻ്റെ ചൂട് പിടിച്ച് അവിടെ പോയി കിടന്നുറങ്ങാൻ തുടങ്ങി. ഞണ്ട് ഉറങ്ങാൻ പറ്റിയൊരു സ്ഥലം നോക്കി അവിടെയൊക്കെ നടന്നു. അപ്പോഴുണ്ട് അടുക്കള മുറ്റത്ത് ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം കോരി വെച്ചിരിക്കുന്നത് കണ്ടു. എന്നാൽ അതിനുള്ളിൽ കിടന്നുറങ്ങാമെന്ന് അവനും കരുതി. അവൻ ആ വെള്ളത്തിലിറങ്ങിക്കിടന്ന് ഉറക്കായി. പട്ടിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റിയ സ്ഥലമൊന്നും കണ്ടില്ല. നോക്കുമ്പോൾ അടുക്കള വരാന്തയിൽ നീളത്തിലൊരു പടിയുണ്ട്. എന്നാൽ ആ പടിയിൽ കിടന്ന് കളയാം എന്ന് അവനും കരുതി. അങ്ങനെ അവൻ ആ പടിയിൽ കിടന്ന് ഉറക്കായി. കോഴി ചുറ്റി നടന്നു. ഉറങ്ങാൻ പറ്റിയ നല്ല സ്ഥലമൊന്നും കാണാഞ്ഞ് വീണ്ടും മുറ്റത്തിറങ്ങിയപ്പോൾ
മുറ്റത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കണ്ടു. ആ വേലിയുടെ ഒരു കമ്പിന്മേൽ കയറിയിരുന്ന് ഉറങ്ങാമെന്ന് അവനും കരുതി. അങ്ങനെ അവൻ വേലിയുടെ മുകളിൽ കയറിയിരുന്ന് ഉറക്കമായി. ഈ വീട് ഒരു കുറുക്കൻ്റെ വീടായിരുന്നു. കുറുക്കൻ ഇര പിടിക്കാൻ പോയിരിക്കുകയായിരുന്നു. രാത്രി കുറേ ഇരുട്ടിയിട്ടാണ് കുറുക്കൻ തിരിച്ചു വന്നത്. തൻ്റെ വീട്ടിൽ കുറേ പേര് കയറി താമസമായ കാര്യമൊന്നും കുറുക്കൻ അറിഞ്ഞില്ല. കുറുക്കൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ശബ്ദം കോഴി കേട്ടു. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കുറുക്കൻ വരുന്നത് കണ്ടു. പേടിച്ചു പോയ കോഴി ഉറക്ക ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. കുറുക്കൻ ഇത് കേട്ട് പേടിച്ചു പോയി. കാട്ടിലെ കുറുക്കനല്ലേ, അവൻ കോഴിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നില്ല. കോഴി ഉറക്കെ ഉറക്കെ കൊക്കരക്കോ കൊക്കരക്കോ എന്ന് നിലവിളിച്ചു. അത് കേട്ട് പട്ടി ഉണർന്നു. അവന് അടുക്കളപ്പടിയിൽ കിടന്ന് ഉറക്കെ ഉറക്കെ കുരയ്ക്കാൻ തുടങ്ങി. ഇത് കേട്ട് കുറുക്കൻ ആകെ പേടിച്ചു. എന്നാലും തൻ്റെ വീടല്ലേ, അതിനകത്ത് കയറി മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങാം എന്ന് കരുതി അവന് വീടിനുള്ളിലേക്ക് ചാടിക്കയറി. ഉറങ്ങുന്നതിന് മുമ്പ് കൂട്ടുകാർ വിളക്കടച്ചിരുന്നു. അതുകൊണ്ട് വീടിനകത്ത് നല്ല ഇരുട്ടായിരുന്നു. വിളക്കൊന്ന് കൊളുത്തണമെങ്കിൽ തീ വേണമല്ലോ. അടുപ്പിലൂതി തീ എടുക്കാം എന്ന് കരുതി കുറുക്കൻ നേരെ അടുപ്പിനടുത്തേക്ക് ചെന്നു. അപ്പോൾ അടുപ്പിനുള്ളിൽ കിടന്ന പൂച്ച ചാരം വാരി അവൻ്റെ മുഖത്തേക്കിട്ടു. അവൻ്റെ കണ്ണിലും മൂക്കിലും എല്ലാം ചാരമായി. ആകെ പേടിച്ചു പോയ കുറുക്കൻ മുഖം കഴുകാൻ വേണ്ടിയിട്ട് അടുക്കള വാതിക്കലുള്ള ചരുവത്തിനടുത്തേക്ക് ഓടിച്ചെന്നു. അവിടെ വെള്ളമുണ്ടെന്ന് അവനറിയാം. അവൻ മുഖം കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് കൈയിട്ടതും വെള്ളത്തിനുള്ളിൽ കിടന്നിരുന്ന ഞണ്ട് അവൻ്റെ കയ്യിൽ ആഞ്ഞൊരു കടി വെച്ചു കൊടുത്തു. കടി കൊണ്ട കുറുക്കന് വല്ലാതെ വേദനിച്ചു. ഇതെന്താ പറ്റുന്നതെന്ന് അവന് മനസ്സിലായില്ല. മുഖം തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ വാതിലിൽ തൂക്കിയിട്ടിരുന്ന തോർത്ത് വലിച്ചെടുത്തു. അതിലിരുന്ന സൂചി അവൻ്റെ കയ്യിൽ ആഞ്ഞു കുത്തി. വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ട് തോർത്ത് നിലത്തിട്ട് കുറുക്കൻ അടുക്കളപ്പടി വഴി താഴേക്ക് ചാടി. താഴെ കിടക്കുകയായിരുന്ന പട്ടി ചാടി എഴുന്നേറ്റ് അവൻ്റെ കാലിൽ നല്ല ഒരു കടി വെച്ചു കൊടുത്തു. തൻ്റെ വീട്ടിൽ എന്തോ ഭൂതബാധയുണ്ട് എന്നാണ് കുറുക്കന് തോന്നിയത്. അവന് ആ വീട് വിട്ട് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഒരിക്കലും അവൻ ആ വീട്ടിലേക്ക് വന്നതേയില്ല. നല്ലൊരു വീട് താമസിക്കാൻ കിട്ടിയ സുഹൃത്തുക്കൾ 5 പേരും കൂടി അവിടെ അങ്ങ് താമസമായി. അവർ വളരെ കാലം സന്തോഷത്തോടെ അവിടെ താമസിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.